ഞങ്ങളിപ്പോൾ പൂനെയിലുള്ള ഇതാണ് ഞങ്ങളുടെ ഫാമിലി. SL, അബി, നിഖില്, അമൃത, വർണ്ണ, റുവല്, രാഹുല്, ഞാനും. ഈ 8 പേർക്കും ഒറ്റ മൈൻഡാണ്. എന്ത് വേണമെങ്കിലും പൈസ ഉള്ള മൈൻഡ് 8 പേർക്കും ഉള്ളത് കേട്ടാ. അതാണ് വിജയം ഞങ്ങളുടെ. 8 പേരും ഒറ്റ മൈൻഡ്. ഓക്കെ. കേരളത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാശ്മീരിലോട്ട് ഒരു യാത്ര, ഒരു റോഡ് യാത്ര. ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് കാശ്മീർ ബൈ റോഡ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു റെഫറൻസ് പോയിന്റ്. അതായിരിക്കും ഈ യാത്ര. ഞങ്ങൾ രണ്ടുപേരാണ് ഡ്രൈവ് ചെയ്യണത്. ഞാൻ, നിഖില്. ഓക്കെ. ഞങ്ങളിപ്പോൾ ബൈപ്പാസാണ് കോയമ്പത്തൂരിൽ നിന്ന് പോകുന്ന വഴി, കോയമ്പത്തൂർ സേലം പോകുന്ന വഴി. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് അവിടെ നിന്ന് 5 മണിക്കാണ് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് 3 മണിക്കൂറിൽ ഇവിടെ ബൈപ്പാസിൽ എത്താൻ പറ്റി. ഓക്കെ. അപ്പോൾ രാവിലെ നിങ്ങൾ അത്രയും ടൈം സേവിങ്. എറണാകുളത്തുള്ള ട്രാഫിക്കിലൊന്നും നമ്മൾ പെടത്തില്ല. ഓക്കെ. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. ഞങ്ങളിന്ന് ബാംഗ്ലൂരാണ് നൈറ്റ് സ്റ്റേ ഉദ്ദേശിച്ചേക്കണത്. പക്ഷെ ഇത്ര സ്പീഡിലെത്തിയത് കൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെ, പൂനെ റോഡ് ഞങ്ങൾ കുറച്ചുകൂടി കൂടുതൽ കയറും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഈവനിങ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ സേലത്ത് നിന്ന് നേരെ ബാംഗ്ലൂർ പിടിച്ചു. ബാംഗ്ലൂർ പക്ഷേ നേരത്തെ എത്തിയത് കൊണ്ട് ഒരല്പ ദൂരം കൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ചിത്രദുർഗ എന്നൊരു സ്ഥലമുണ്ട്, ചിത്രദുർഗ. പക്ഷെ അതിന് മുന്നേ ഒരു സ്ഥലമുള്ളത് ഹിരിയൂരാണ്. അപ്പോൾ ഹിരിയൂർ ഇന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ രാത്രി തന്നെ ബോംബെ എത്താം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു 6:30 മണി, ഇപ്പോൾ 6 മണിയായി. 6:30 മണിയാകുമ്പോൾ ഞങ്ങൾ ഹിരിയൂർ എത്തും. അവിടെ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ ബോംബെ എത്താം എന്ന പ്രതീക്ഷ. ഓക്കെ. അപ്പോൾ 2 ദിവസം കൊണ്ട് ബോംബെ എത്തുന്നൊരു പ്ലാനാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു റെഫറൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. കൊച്ചിയിൽ നിന്നോ കേരളത്തിൽ നിന്നോ കാശ്മീർ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഈ വീഡിയോ മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓക്കെ. ബാംഗ്ലൂരിൽ നിന്നും 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾക്ക് ഈ സ്ഥലത്തെത്താം. സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഹിരിയൂർ എന്നാണ്. ഹിരിയൂർ. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണ്. റോയൽ ഇൻ. ഇവിടെ ഹോട്ടലുണ്ട്. അത്യാവശ്യം ചീപ്പാണ്. AC ഫാമിലി ബെഡുള്ള റെസ്റ്റോറൻറ്റ്. 4 പേർക്ക് കിടക്കാവുന്ന ഹോട്ടലിന് 2000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇക്കണോമിക്കലാണ്. ബാംഗ്ലൂരിനേക്കാളും കുറച്ചും കൂടെ ടുവേർഡ്സ് ബോംബെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോപ്പിൽ നമുക്ക് ബോംബെ എത്താം. ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്താൽ നാളെ നമ്മൾക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ വൈകിട്ടാകുമ്പോൾ ബോംബെ എത്താം നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടും ബാംഗ്ലൂർ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഇപ്പോഴത്തെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. റെഡിയല്ലേ? ഞങ്ങളപ്പോൾ കർണാടകയിൽ നിന്ന് ഹിരിയൂരിൽ നിന്ന് ഞങ്ങൾ ബോംബെയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ബൈ 8 o'clock പൻവേലെത്താനുള്ള പ്ലാനിങ്ങിലാണ്. റോഡെല്ലാം ക്ലിയർ ആണ്. ഇപ്പോൾ ಡೀಸೆಲು ಫುಲ್ ಟ್ಯಾಂಕು. ಪ್ರೆಸ್ಸು നമ്മളിപ്പോൾ ഉള്ളത് കർണാടക മഹാരാഷ്ട്ര ബോർഡറിലാണുള്ളത്. അവിടെ വിരാജ് എന്നൊരു ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്. ഇവിടെ നല്ല ഫുഡുകൾ കിട്ടും. മെക്ഡോണൽസ് ഉണ്ട്. അവിടെ KFC, പിസ്സ ഹട്ട്, ഇപ്പുറത്ത് ബിരിയാണി ഇതെല്ലാം കിട്ടും. അത്യാവശ്യം നല്ല ഫുഡ് കർണാടക വീട്ടിൽ ഇപ്പോഴാണ് കിട്ടണം കേട്ടോ. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിൽ കിട്ടണം. അതിൽ വണ്ടി അങ്ങനെ കിട്ടുക. അത് വേറെ റൂട്ട് ഇവിടുത്തെ വാഗമണ്ണാണെന്ന്. ആ മഹാരാഷ്ട്രയില് ഗട്ട് റോഡ് ഉണ്ടല്ലോ റിജോ. ആ മഹാരാഷ്ട്രയിലുണ്ട്. അതും ഡേഞ്ചറസ് റോഡ്സ്.
തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ പറഞ്ഞത്. ഭയങ്കര കൊടുക്കുക. ഞങ്ങളിപ്പോൾ പൂനെയിലുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. SL, അബി, നിഖില്, അമൃത, വർണ്ണ, റൂവല്, റൗള്, ഞാനും. ഈ 8 പേർക്ക് ഒറ്റ മൈൻഡാണ്. എന്ത് വേണമെങ്കിലും പൈസ ഉള്ള മൈൻഡ് 8 പേർക്ക് ഉള്ളത് കേട്ടാ. അതാണ് വിജയം ഞങ്ങളുടെ. 8 പേര് ഒറ്റ മൈൻഡ്. ഓക്കെ, നമുക്ക് ഒരു പയ്യനെ വിളിക്കണം.